എന്തോ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട്? ആ, കാര്യമായി ഒന്നും പറ്റിയില്ല. ഉഷക്കുഞ്ഞെവിടെ? കമ്മീഷണറുടെ വീട്ടിലുണ്ട്. കേശവൻ നായർക്ക് അന്നെന്തോ വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കിപ്പോ ധൃതിയൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാലും മതി. അത് വേണ്ട, ഇന്ന് തന്നെ പൊയ്ക്കോളൂ. ഞാൻ ഉഷയും കൂടെ ഒരു ടൂറ് പോവുകയാണ്. 2-3 ദിവസം കഴിഞ്ഞേ വരൂ. അതിനിടയ്ക്ക് വീട് വരെ ഒന്ന് പോയി വന്നോളൂ. Come on. ഇതിൽ കൊണ്ടുപോയ സ്ത്രീ എവിടെ? സ്ത്രീയോ? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഞാൻ പറയാം സാർ, ഞാൻ തന്നെ അക്കരെ കൊണ്ട് വെച്ചിരുന്നത്. ഇപ്പൊ അവിടെ ഇല്ല സാർ. കമ്മീഷണർ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കി. സർ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇത്രയധികം തെളിവുണ്ടായിട്ടും ഇന്നലെ രാത്രി എന്നെ കമ്മീഷൻ അറസ്റ്റ് ചെയ്യാറുന്നെന്താ? സർ, അങ്ങേരെ എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാട്ട്? യെസ് സർ, ഞാൻ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്ത് ഹോസ്റ്റേജ് ആയി വെച്ചിരിക്കുന്ന വിവരം അങ്ങേരെന്നോട് പറഞ്ഞത്. എന്തിന്? അങ്ങേർക്ക് ഇനി ഒരാളെ കൂടെ കൊല്ലാനുണ്ട്. അതിന് 24 മണിക്കൂർ സമയം വേണം. അതുവരെ ഞാനൊന്ന് ചെയ്യാതിരിക്കാൻ. അയാളെ ഏത് മാർഗത്തിലും അറസ്റ്റ് ചെയ്യാൻ എനിക്ക് ഓർഡർ ഉണ്ട്. സർ, എന്റെ വൈഫ് ആ വീട്ടിനകത്തുണ്ട്. പോലീസ് ഓപ്പറേഷൻ ഇടയ്ക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ? പാർട്ടി അഡ്വാൻസ്, പാർട്ടി ഓൺ ഗാർഡ്, അഡ്വാൻസ്.
അയാൾക്ക് ഭ്രാന്താണ് സാർ. ഇതുപോലൊരു ഓപ്പറേഷനിലൂടെ അയാളെ നമുക്ക് കീഴ്പ്പെടുത്താനാവില്ല. ലോങ് റേഞ്ചിൽ നിന്ന് ഫയർ ചെയ്യാൻ കഴിയുന്ന സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പണാണ് അയാളുടെ കയ്യിലുള്ളത്. പോരെങ്കിൽ അയാൾ ഒരു ഷാർപ്പ് ഷൂട്ടറും കൂടാണ്. നമ്മളെക്കാൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നത്. ഇനിയും നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ജീവഹാനി ഉണ്ടാവും. അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതോ? അറസ്റ്റ് ചെയ്യണം. പക്ഷെ അതിനുള്ള വഴി ഇതല്ല. 10-12 മണിക്കൂറിനുള്ളിൽ അയാൾ പുറത്തു വരും. കൂടെ എന്റെ ഭാര്യ ഉണ്ടാവും. ഞാൻ അയാളെ ഫോളോ ചെയ്ത് പിടിച്ചോളാം. ദയവ് ഇത് സാർ എനിക്കൊരു സഹായം ചെയ്യണം. ഈ ഫോഴ്സിനെ ഇവിടുന്ന് പിൻവലിക്കണം. നോ, ഐ കാൻ ടേക്ക് സച്ച് എ ഡിസിഷൻ. എനിക്ക് DGP ഒന്ന് കോൺടാക്ട് ചെയ്യാം. സാർ, ഒരു റിക്വസ്റ്റ് കൂടിയാണ്. കമ്മീഷണറുടെ ഫോൺ ടാപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ചീഫ് സെക്രട്ടറിയോട് ഒന്ന് വാങ്ങിച്ചു തരണം. ഇറ്റ്സ് ഓക്കെ. നീ എന്തിനെത്ര ദുഃഖിക്കുന്നു? പഴയ കാമുകന്മാരെല്ലാം ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരുടെ ഭാര്യമാരെയല്ലേ ഞാൻ കൊന്നുള്ളൂ. Come on. Be happy. Come on. നമ്പറുകളെല്ലാം ഓർമ്മയുണ്ടല്ലോ കാമുകന്മാരുടെ. വിളിക്കൊരുത്തനെ. വിളിക്ക്. വിളിക്കടി. മറുപടിയില്ല അല്ലേ? ഇല്ല. എനിക്കറിയാം. നിന്റെ കാമകേളി അവനെ കൊണ്ടെത്തിച്ചത് ഭ്രാന്താശുപത്രിയിലാണല്ലോ. എന്നെ ഭ്രാന്തനാക്കിയവരിൽ ഒരുത്തനെയെങ്കിലും എനിക്ക് ഭ്രാന്താശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചല്ലോ. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകനായിരുന്നല്ലോ മിസ്റ്റർ മേനോൻ. അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ. എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? വിളിക്കടി. ഹലോ, പ്രേമയാണോ? അതെ. ഇനിയും എന്തിനാ എന്നെ വേദനിപ്പിക്കുന്നത്? ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുക. എന്റെ ഭാര്യ മരിച്ച ശേഷം ഞാൻ ആകെ തകർന്നുപോയി. എന്നെ ഇനി എടാ പട്ടി, ആ തകർച്ചയ്ക്ക് വേണ്ടിയാ നിന്നെ ജീവനോടെ വെച്ചിട്ട് നിന്റെ ഭാര്യയെ ഞാൻ കൊന്നത്. ഇനി എനിക്ക് വേണ്ടി ഒരു നമ്പർ കൂടി നീ ഡയൽ ചെയ്യണം. നിന്റെ ഈ സ്വീറ്റ് വോയിസ് അയാൾ അവസാനമായി ഒന്ന് കേൾക്കട്ടെ. വിളിക്കടി മേരി അലക്സാണ്ടറെ. അലക്സാണ്ടർ ഹിയർ. സ്പീക്ക്. ഹലോ, പ്രേമയാണോ? പ്രേമയാണോ? അതെ. ഹായ് പ്രേമ, നീ കുറച്ചു ദിവസമായിട്ട് ഒഴിഞ്ഞു മാറിയായിരുന്നല്ലോ. ഇന്ന് എന്ത് പറ്റി? ഇന്ന് ഞാൻ കുറച്ച് ഫ്രീയാ. വൈകിട്ട് 4:30 ഫ്ലൈറ്റിനെ വൈഫ് വരൂ. അവളുടെ ഇടവക പെരുന്നാളാ. വന്നാ പള്ളിയിൽ പോണോ? നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഹലോ ഹലോ, എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത്? ആദ്യം കൊല്ലേണ്ടത് നിന്നെയായിരുന്നു. പക്ഷെ ഞാൻ ജയിലിൽ പോയനെ. അപ്പോ നിന്റെ ബാസ്റ്റേഴ്സ് കാമുകന്മാർ വേദനിക്കില്ലായിരുന്നു.
സത്യം പറ, സത്യം പറ. നീ നിന്റെ കാമുകന്മാരെല്ലാവരെയും സ്നേഹിക്കുന്നില്ലേ? പറയൂ, പറയൂ. പ്രേമേ, പ്രേമേ, നീ എന്തെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? പറയൂ, പറയൂ, പറയൂ. I loved you so much. You didn't know.